മുഹമ്മദ് നബിയെ ദൈവദൂതനായി നിയമിക്കും മുന്നേയുള്ള ചരിത്രമാണ്. അന്ന് മക്കക്കാരുടെ പ്രധാന വരുമാനം കച്ചവടമായിരുന്നു. മക്കയിലെ രാജാത്തിയായിരുന്ന ഖദീജ ബീവിയുടെ വ്യാപാര വസ്തുക്കളുമായി കച്ചവടത്തിനായി നിയോഗിക്കപ്പെടുന്നത് തിരുദൂതരാണ്. അന്ന് വിശാല യമന്റെ ഭാഗമായിരുന്നു സൗദിയുടെ പല പ്രദേശങ്ങളും. അന്നത്തെ യമന്റെയും അറേബ്യയുടെയും അതിരിലായിരുന്നു ഹബ്ബാഷ മാർക്കറ്റ്. കുൻഫദ ഗവർണറേറ്റിൽ നിന്നും 30 കിലോമീറ്റർ അകലെ വാദി കാനൂൻ താഴ്വരയിൽ. കച്ചവടത്തിലെ ഈ പ്രദേശത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം യമനിലേക്കും ഷാമിലേക്കും എല്ലാം തന്നെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. കാരണം യമനിൽ നിന്ന് നമ്മുടെ പിറകിൽ കാണുന്ന ഈ പ്രദേശത്തിന് അപ്പുറം യമനാണ്. യമനിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയെത്തി അവരുടെ കച്ചവട വസ്തുക്കളുമായിട്ട് എത്തും. അറേബ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഇത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ, ധാന്യങ്ങൾ, പഴം, പലചരക്കുകൾ, ആയുധങ്ങൾ എന്നിവ വ്യാപകമായി ഇവിടെ വ്യാപാരം നടത്തി. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമകളെയും ഇസ്ലാമിന് മുന്നേയുള്ള കാലത്ത് ഇവിടെ വിറ്റിരുന്നു. പിൽക്കാലത്ത് പ്രവാചകന്റെ ദത്തുപുത്രനായി മാറിയ സെയ്ദ് ബിൻ ഹാരിസയും ഇത്തരത്തിൽ ഹബ്ബാഷയിൽ വിറ്റഴിക്കപ്പെട്ട ആളായിരുന്നു. പ്രവാചകന്റെ കാലശേഷം ഓരോ റജബ് മാസത്തിലും ആദ്യത്തെ 10 ദിവസം വളരെ സജീവമായിട്ടുള്ള കച്ചവടം ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് മക്കയിലുണ്ടായിരുന്ന ഭരണം നിർവഹിച്ചിരുന്ന ഭരണാധികാരി ഇങ്ങോട്ടേക്ക് ഒരാളെ ഈ പ്രദേശവും ഒപ്പം തന്നെ ഈ സൂക്കുമെല്ലാം നോക്കുവാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഈ പ്രദേശത്തുള്ള ഒരു ഗോത്രത്തിലെ ആളുമായുള്ള തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെട്ടു. അതോടുകൂടി അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് ഈ മേഖലയിൽ മാറും എന്ന് കണ്ട് മതപണ്ഡിതരുമായി ആലോചിച്ചാണ് ഈ സൂക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഏറെക്കാലം ഹബ്ബാഷ മാർക്കറ്റ് എവിടെയാണെന്നതിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഒടുവിലാണ് ഈ സ്ഥലം ഉറപ്പുവരുത്തിയത്. മക്കയിൽ നിന്ന് 400-ഉം അസീറിൽ നിന്ന് 180 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. ഇതൊരു നല്ല കാർഷിക ഗ്രാമമാണ്. വരണ്ട പ്രദേശമാണ്. മരുഭൂമിയിൽ കാണുന്ന അതേ വൃക്ഷങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പക്ഷേ ഈ മേഖലയിലെ ജനങ്ങളുടെ കാര്യമായിട്ടുള്ള ജീവിത രീതി എന്ന് പറയുന്നത് കൃഷിയും കന്നുകാലി വളർത്തലും എല്ലാമാണ്. മുജീബ് എള്ളുവിളക്കൊപ്പം മക്കയിൽ നിന്നും അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. ചരിത്ര വഴികളിലൂടെ പവേഡ് ബൈ STC Bank. Send money to India with no fees. Co-powered by Makkah Hypermarket. Big savings for every family.